കനത്ത മഴയിൽ തിരുവനന്തപുരം നെടുമങ്ങാട് വീട് തകർന്നു. ആനാട് സ്വദേശി ബിജിയുടെ വീടിന്റെ അടുക്കള ഭാഗമാണ് തകർന്നത്. ആളുകൾ പുറത്തേക്ക് മാറിയതിനാൽ ആളപായം ഒഴിവായി. മഴ കനത്തതോടെ തൃശൂർ മണലൂർ പഞ്ചായത്ത് ഓഫീസ് ക്യാന്റീന് പുറകുവശത്തെ മാവ് അപകട ഭീഷണിയാകുന്നു. പഞ്ചായത്തിലേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്നവർ ഭീതിയിലാണ്. മാവ് മുറിച്ചുമാറ്റാൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനമായെങ്കിലും കരാർ ഏറ്റെടുക്കാൻ ആരും എത്തിയിട്ടില്ല. മലപ്പുറം തൃക്കണ്ണാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തവനൂർ നിള പൈതൃക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി പരിസരത്ത് ഒപ്പുശേഖരണം നടത്തി. ഗാന്ധിയനും മുൻ ആശുപത്രി വികസന സമിതി അംഗവുമായ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി തകർന്ന റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം. ചന്തപ്പുര ബൈപ്പാസിൽ നടന്ന പരിപാടി സിപിഐഎം കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി KR ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നെടുമങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ട സത്യാഗ്രഹം സംഘടിപ്പിച്ചു. വികസന മുരടിപ്പിനെതിരെയും ഭരണസ്തംഭനത്തിനെതിരെയുമാണ് പ്രതിഷേധം. AICC സെക്രട്ടറി റോജി M. ജോൺ MLA സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കടയ്ക്കലിൽ 52-കാരനെ വീടിനു മുന്നിൽ മരിച്ച നിലയിൽ. മറുപുറംകുന്നിൽ ബൈജുവാണ് മരിച്ചത്. മൃതദേഹത്തിന് ഒരാഴ്ചയിൽ കൂടുതൽ പഴക്കമുണ്ട്. ഒരു കൈ വേർപെട്ട നിലയിലാണ്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് കടയ്ക്കൽ പോലീസ്. മലപ്പുറം ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ ഓടക്കയം പണിയ കോളനിയിൽ കാണാതായ രാമനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ രാമന്റെ മൃതദേഹം 3-ാം ദിവസമാണ് കണ്ടെത്തിയത്. എറണാകുളം കരിയാട് MDMA ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകളുമായി പിടിയിൽ. കുട്ടമശ്ശേരി യുവാവാണ് ആലുവ റൂറൽ SP-യുടെ ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്ന് 350 ഗ്രാം MDMA-യും 1/2 കിലോ കഞ്ചാവും 2 LSD സ്റ്റാമ്പുകളും പിടിച്ചെടുത്തു. സെപ്റ്റിക് ടാങ്കിൽ അകപ്പെട്ട വീട്ടമ്മയെ രക്ഷപ്പെടുത്തി തിരുവനന്തപുരം വെഞ്ഞാറമൂട് അഗ്നി രക്ഷാസേന. വാമനപുരം സ്വദേശി ലക്ഷ്മിയാണ് സെപ്റ്റിക് ടാങ്കിൽ കുടുങ്ങിയത്. സ്ലാബ് ശരീരത്തിൽ കുടുങ്ങിയ അവശനിലയിലായിരുന്നു ലക്ഷ്മി. മധുവാഹിനി പുഴ കരകവിഞ്ഞു. കാസർകോട് മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ വെള്ളം കയറി. ഇന്നലെ അർദ്ധരാത്രിയിലും പുലർച്ചെയും പെയ്ത മഴയിലാണ് പുഴ കരകവിഞ്ഞത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ പൂവമ്പാറ ദേശീയപാതയ്ക്ക് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അപകട സമയത്ത് റോഡിൽ വാഹനങ്ങളില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. ഫയർഫോഴ്സ് എത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വയനാട് നേക്കുപ്പയിൽ ഓട്ടോറിക്ഷയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. ആനയെ കണ്ട് ഭയന്ന് തോട്ടിലേക്ക് ചാടിയ നടവയൽ സ്വദേശി സഹദേവന് പരിക്ക്. ഓട്ടോറിക്ഷയിലെത്തിയ സഹദേവനെതിരെ കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു. ആന ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർത്തു. ആക്രമണം ഇന്ന് പുലർച്ചെ 4:30-യോടെ. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കൊല്ലം ജയജ്യോതി VHSS ലഹരി വിരുദ്ധ റാലിയും സെമിനാറും സംഘടിപ്പിച്ചു. പരിപാടിയിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. സ്കൂൾ മാനേജർ ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ റിട്ടയേർഡ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ രാധാകൃഷ്ണപിള്ള പങ്കെടുത്തു. പെരുമ്പാവൂർ ഓടക്കാലിയിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ഓടക്കാലി പുളിയാമ്പിള്ളി മുകൾ സ്വദേശി വിഷ്ണുവിന്റെ ഭാര്യ ചാന്ദിനി. ആലപ്പുഴ വട്ടക്കാട് ക്ഷേത്രമൈതാനത്തെ കളിത്തട്ട് തകർന്നു വീണു. ഏറെ നാളായി അപകടാവസ്ഥയിലാണ് ഈ കളിത്തട്ട്. ക്ഷേത്രത്തിലെത്തുന്ന നിരവധി പേരാണ് ഇവിടെ വിശ്രമിക്കുന്നത്. കളിത്തട്ടിന്റെ പുനരുദ്ധാരണം ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സമീപിച്ചെങ്കിലും അവഗണനയാണ് നേരിട്ടതെന്ന് നാട്ടുകാർ. കൊല്ലം തഴവ പഞ്ചായത്തിൽ ദുരന്ത നിവാരണ സെന്ററിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസുകളും നടത്തി. കമാൻഡർ അഖിലേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്.